അത് അവിടെ ഗ്രാൻഡ് ഫാദർ ഉപ്പ, അതായത് എൻ്റെ ഉമ്മൻ്റെ ഉപ്പ പണ്ട് മക്കത്തായിരുന്നു. ഞാനിനിപ്പോൾ ഉമ്മൻ്റെ പാട്ടുപ്പാന്നാണ് പറയല്. അപ്പോൾ പണ്ട് സൗദി അറേബ്യയിൽ മക്കത്തായിരുന്നു. അപ്പോൾ അവിടെ ചില ഹോട്ടലിലൊക്കെ കാണുന്ന ഒരു റൈസാണ് യമനി റൈസ്. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ അമ്മ അവിടെ പോയപ്പോഴും ഓരവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായി. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും അത് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാകുന്നതിന് മുമ്പ് മുതൽ അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അറിയുന്ന എല്ലാവർക്കും നമ്മുടെ ഫ്രൈഡേൻ്റെ ചോറ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് അധികം ലേറ്റാക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു 6 കപ്പ് കുറുവ റൈസ് വേണേ. അപ്പോൾ ഞാൻ അവിടെ എടുത്തുള്ളൊരു 1 കപ്പ് അനുസരിച്ച് 6 കപ്പാണ് വേണ്ടത്. ഒരു സ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ നല്ല പഴുത്ത 2 തക്കാളി, പിന്നെ നമുക്ക് വേണ്ട ഒരു 3-4 അല്ലി വെളുത്തുള്ളി ആണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ചധികം കുരുമുളക് പൊടിയല്ല വേണ്ടത്, കുരുമുളക് തന്നെ വേണം. പിന്നെ നമുക്കൊരു 12 കറാമ്പു, പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ വേണം. ഒരു 5 പീസ് ചിക്കൻ, എങ്ങനത്തെ പീസായാലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഉപ്പ് ആൻഡ് ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അധികം ഓയിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം നമ്മളെ തക്കാളിയും വെളുത്തുള്ളിയും. അപ്പോൾ നെയ്യ് ചൂടായി വന്നപ്പോൾ കറാമ്പൂ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ കുരുമുളക് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് തക്കാളി, ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഇടേണ്ടത് വെളുത്തുള്ളിയും കൂടിയാണ്. നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇത് തെറിച്ച് വരും കേട്ടോ, കാരണം ചിക്കൻ്റെ വെള്ളം ഈ ഓയിലേക്കാകുമ്പോൾ. അപ്പോൾ നമുക്കൊരു സ്പൂണൊക്കെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കിത് കുറച്ചൊന്ന് ലൂസായി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഉപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടൊമാറ്റോൻ്റെ നമ്മൾ അടിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ കുലുക്കിയിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് 11 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ കണ്ടോ? അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഇതാ കണ്ടോ? നല്ലൊരു കളറില്ലേന്നു, ഞാൻ പറഞ്ഞല്ലോ, നല്ല പഴുത്ത തക്കാളിനും ഈ കളർ തന്നെ വേണം. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യേണ്ടി വന്നില്ല, കാരണം അത്രയും കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ അരി ഇട്ടിട്ട് ഒരു 6 വിസിൽ വരുത്താം. അപ്പം അത്രേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൽസ, അതായത് ടൊമാറ്റോ സെൽസയും ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാ കണ്ടോ? ഇനിയും കൂടുതൽ വേവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിസിലും കൂടി നമുക്കൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ എനിക്കിത് കറക്റ്റാണ് 6 എണ്ണത്തിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സെൽസ, ചിക്കൻ പൊരിച്ചത്, അതുപോലെ തന്നെ നമ്മൾ കോൾസ്ലോവും കൂടി. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യലായ യമനി ചോറ് ഇവിടെ റെഡി. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ? ടൊമാറ്റോൻ്റെ കളറും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുമാത്രമല്ല, ഞാനിവിടെ ടൊമാറ്റോ സൽസ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്തെങ്കിലും. അപ്പോൾ പിന്നെ നമുക്ക് കോൾസ്ലോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കാപ്സി ചിക്കൻ്റെ ഒക്കെ കൂടെ കാപ്സി ചിക്കൻ, അതായത് ഫ്രൈഡ് നമ്മുടെ ബ്രോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളെ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഈ കുരുമുളകൊക്കെ കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. കുരുമുളക് ഇഷ്ടമില്ല, എരിവുണ്ടല്ലേ? അതുകൊണ്ട് കുരുമുളക് മാറ്റിയിട്ടുണ്ട്.
ചിക്കന് നമുക്ക് ഇതിലൊന്ന് കുത്തി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രൈഡ് ചിക്കനാണ് പൊതുവെ മാച്ച്, എന്നാലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രോസ്റ്റ് ചിക്കനാണ്, ഫ്രൈഡ് ചിക്കൻ അല്ല, ബ്രോസ്റ്റ് ചിക്കനാണ്. എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചിക്കനും കൂട്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും ചിക്കനും കൂട്ടിയിട്ട് കറക്റ്റ് നമ്മൾ KFC-യിൽ പോയാൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഷോർട്സിൽ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ച് പുതിയൊരു വീഡിയോ. ബൈ.